ലാ ഹിമ ഇല്ലാ ലില്ലാഹി വലി റസൂലിഹി. ഹിമയില്ല അള്ളാഹുവിനും റസൂലിനുമല്ലാതെ. എന്താണ് ഹിമ എന്നാൽ? സംരക്ഷിത പ്രദേശങ്ങൾ, സംരക്ഷിത മേച്ചിൽപ്പുറങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് ഹിമ. ലാ ഹിമ, ഹിമയില്ല ഇല്ലാ ലില്ലാഹി അള്ളാഹുവിനല്ലാതെ, വലി റസൂലിഹി അവൻ്റെ റസൂലിനുമല്ലാതെ. സംരക്ഷിത പ്രദേശങ്ങൾക്ക്, ഇത്തരം ഹിമകൾക്ക് ചരിത്രപരമായ ചില വേരുകളുണ്ട്. അത് ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ തന്നെയുണ്ട്. അതിലൊരു രൂപം വിഗ്രഹാരാധനയുടെ കാലത്ത് ദൈവങ്ങൾക്ക് വേണ്ടി ഭൂമി സമർപ്പിച്ചിരുന്ന, അവ്വിധം റിസർവ് ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള ഹിമകളിൽ ഒന്ന്. മറ്റൊന്ന്, ഒരു അറബ് ഗോത്രത്തലവൻ തൻ്റെ കുടുംബത്തെയും ഗോത്രക്കാരെയും കൂട്ടി ഒരു പ്രദേശത്ത് താമസമുറപ്പിച്ച് ഒരു നായയെ അയച്ചു വിടുന്നു. അങ്ങനെ ആ നായ കുരക്കുന്ന ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിൽ, അതെത്തുന്ന ഇടങ്ങളെല്ലാം അയാളുടേതായി റിസർവ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഹിമയുടെ അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു രൂപം. അപ്പോൾ ആ പ്രദേശത്ത് അയാളുടെ കാലികളെ മാത്രമേ മേയ്ക്കാൻ പറ്റുള്ളൂ. അതേസമയം മറ്റുള്ളവരുടെ കാലികൾ മേയ്ക്കുന്നിടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കാലികൾക്ക് പ്രവേശനം ഉണ്ടാവും. അങ്ങനെ അനീതി നിറഞ്ഞ ഒരു സംവിധാനമായിരുന്നു അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിലക്കി. അങ്ങനെ ഹിമകൾ എന്ന പൊതു സംരക്ഷിത പ്രദേശങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ ഹിമകളിൽ കൃഷി ഇറക്കാൻ പറ്റില്ല, എല്ലാ കാലികൾക്കും മേയാൻ പറ്റില്ല, സക്കാത്തിൻ്റെയും ജിസിയയുടെയും മൃഗങ്ങൾ, കളഞ്ഞു കിട്ടിയ മൃഗങ്ങൾ, സ്വന്തമായി പുല്ലുശേഖരണത്തിന് ശേഷിയില്ലാത്ത ആളുകളുടെ കാലികൾ, ഇത്തരത്തിലുള്ള കാലികൾക്കാണ് അവിടെ മേയ്ക്കാൻ പറ്റുക. ആ അർത്ഥത്തിൽ അതൊരു പുനരധിവാസ പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മതപരിപ്രേക്ഷ്യത്തിൽ ഖലീഫക്കാണ്, ഭരണാധികാരിക്കാണ് ഹിമ സ്ഥാപിക്കാനുള്ള അധികാരമുള്ളത്. അത് പൊതു സംരക്ഷിത പ്രദേശങ്ങളാണ്. ഖലീഫ തന്നെയും ഭരണാധികാരി തന്നെയും അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താനും പറ്റില്ല. ഈ ഹിമകൾക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത പ്രദേശങ്ങൾ എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതിന് പുതിയ കാലത്ത് ചില പകർപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ആനത്താരികൾ എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ ആനത്താരകൾ എന്ന് പറഞ്ഞാൽ? ഒരു വനമേഖലയിൽ നിന്ന് മറ്റൊരു വനമേഖലയിലേക്ക് പരമ്പരാഗതമായി ആനകൾ ദിനേനെ തുടർച്ചയായി സഞ്ചരിക്കുന്ന വഴികളാണ്, മാർഗങ്ങളാണ് ആനത്താരകൾ എന്ന് പറയുന്നത്. ആനത്താരകളുടെ വശങ്ങളിൽ ആ ആനകൾക്ക് ആവശ്യമായ ജലസ്രോതസ്സുകളും കാട്ടുകനികളും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ്. എന്നാൽ വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ സമീപകാലത്ത് കാട്ടാനകൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും ജീവഹാനി വരുത്തുന്നതും ആളുകളുടെ സ്വത്തുവകകൾക്ക് നാശമുണ്ടാക്കുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളിലൊന്ന് വനനശീകരണം മൂലവും മാനുഷിക ഇടപെടലുകൾ കാരണവും ആനത്താരികൾ നശിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അത്തരം ഹിമകൾ, ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്ത ഹിമകളുടെ സംരക്ഷിത പ്രദേശങ്ങളുടെ പുതിയ കാലത്തെ പതിപ്പുകൾ സംരക്ഷിക്കപ്പെടണം എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതേ തുടർന്നുള്ള പുതിയൊരു പദ്ധതി കൂടെ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ്.
വിത്തൂട്ട് എന്ന് പറഞ്ഞിട്ട് വനം വകുപ്പിന് പുതിയൊരു പദ്ധതിയുണ്ട്. ഏറ്റവും പുതിയതല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. വനപ്രദേശങ്ങളിൽ വർഷകാലത്ത് വിത്തുണ്ടകൾ എറിയുകയാണ്. അങ്ങനെ ആ വിത്തുണ്ടകൾ മുളപ്പിച്ച് അവിടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുകയാണ്. ഭക്ഷ്യലഭ്യതയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക വഴി ഈ വന്യജീവികൾ, കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങാതെ തടയുകയും ഉരുൾപൊട്ടൽ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമായി അതിനെ വനം വകുപ്പ് കാണുകയാണ്. ചുരുക്കത്തിൽ തിരുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ സന്ദേശങ്ങളുടെ പകർപ്പുകൾ, അത്തരം രീതികൾ പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും.